ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇലയടയാണ് കേട്ടോ. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമുക്ക് ഒരു നാടൻ ഇലയട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടിയിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ഉപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആവട്ടെ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഞാൻ ഈ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവരികയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് നമുക്ക് ആ തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്യാം. വീണ്ടും നമുക്ക് പാകമാകുന്നത് വരെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആവട്ടെ. അടയുടെ പാകത്തിന് ഇത് നമുക്ക് ആക്കിയെടുക്കണം. ഇടിയപ്പത്തിൻ്റെ പാകവും കഴിഞ്ഞ് കുറച്ചുകൂടി ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഈ പാകത്തിന് വേണം ഇത് കുഴഞ്ഞു കിട്ടാനായിട്ട്. അരിപ്പൊടി കുഴച്ചത് ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് വേണം നമുക്കത് ഇലയിൽ പരത്തുന്നതിനായിട്ട്. അട ഉണ്ടാക്കുന്നതിന് നമുക്ക് കുറച്ച് ശർക്കരയും അതുപോലെ തേങ്ങയും വിളയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ശർക്കര പാനിയാക്കിയത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മധുരം അനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും. മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ ശർക്കര ഉരുക്കി അതിലെ കല്ലും കരടുമെല്ലാം കളഞ്ഞ് അരിച്ചെടുത്ത് വച്ചിരിക്കുന്ന പാനിയാണ്. നമുക്ക് ഇനി ആ പാനിയിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര പാനിയും തേങ്ങ ചിരകിയതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ആവട്ടെ. ഇനി അതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയും തേങ്ങയും ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് സ്റ്റവിലിരുന്നാൽ മതിയാകും ശർക്കര പാനിയും തേങ്ങയും വിളയിച്ച് എടുക്കുന്നതിന്. ഇത് നമ്മൾ വളരെ അധികമൊന്നും ഇത് വിളയിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചെയ്താൽ മാത്രം മതിയാകും. അട ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. വാഴയില ഇതാ ഈ വലിപ്പത്തിൽ മുറിച്ച് നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അട പരത്തുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മുടെ വിരലുകൾ ഇതിലൊന്ന് മുക്കി പരത്തുകയാണെങ്കിൽ നമുക്കത് സ്മൂത്തായിട്ട് വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ സാധിക്കും. ചൂടുവെള്ളത്തിൽ കുഴച്ച് വച്ചിരിക്കുന്ന അരിപ്പൊടി നമുക്ക് കുറേശ്ശെ എടുത്ത് ഇലയിൽ പരത്താം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തു വച്ചിട്ടുണ്ടെന്ന്. ആ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ പരത്തുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല കനം കുറച്ച് വളരെ എളുപ്പത്തിൽ വളരെ നേരിയതായിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ സാധിക്കും. നമുക്കത് പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരട നന്നായിട്ട് സ്മൂത്തായിട്ട് പരത്തിയെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര വിളയിച്ചത് തേങ്ങയും വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ പരത്തിയ അടയുടെ മുകളിലേക്ക് ശർക്കരയും തേങ്ങയും ചേർക്കാം. എന്നിട്ട് നമുക്കത് ഇതുപോലെ
മടക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു അട റെഡി ആയിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് എല്ലാം ഇലയിൽ പരത്തി എടുത്ത് വയ്ക്കാം. അട ഞാൻ ഇലയിൽ ഇതുപോലെ പരത്തി എല്ലാം എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി ഞാനിതൊരു ഇഡലി പാത്രം എടുത്തിട്ട് അതിൻ്റെ തട്ടിൽ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇഡലി പാത്രം സ്റ്റൗവിൽ വച്ചിരിക്കുകയാണ്. ഇനി ഞാൻ 1 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇഡലി പാത്രത്തിൻ്റെ താഴത്തെ തട്ട് വയ്ക്കാം. അതിലേക്ക് നമുക്ക് അട ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം. ഇങ്ങനെ ആവി നല്ലവണ്ണം എല്ലാ അടയിലേക്കും ലഭിക്കുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അട വയ്ക്കണം. എന്നാലാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അട പെട്ടെന്ന് വെന്ത് കിട്ടുകയില്ല. ഇങ്ങനെ നമ്മളെല്ലാം എടുത്തു വച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കണം. വെള്ളം തിളച്ചതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ അട വെന്ത് പാകമായി കിട്ടുന്നതാണ്. നമ്മുടെ ഇലയട ഏകദേശം 15 മിനിറ്റോളമായി സ്റ്റൗവിൽ വെച്ചിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടാകാം എന്ന് നോക്കാം നമുക്ക്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലവണ്ണം ആവിയിൽ ഇലയട വെന്ത് കിട്ടിയിരിക്കുന്നു. നമ്മുടെ ഇലയട പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇല അടയിൽ നിന്നും വിട്ടുപോരണം. ഇതാണ് ഇലയടയുടെ പാകം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇത് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം.